ചാള മീനാണ് കിട്ടിയത്. ഞങ്ങളുടെ ഇവിടെ ചാളയ്ക്ക് നല്ല ചാള, നാടൻ ചാള, മത്തി, അങ്ങനെ കുറേ പേരുകളിൽ ചാളയുണ്ട്. അപ്പോൾ ഇത് നാടൻ ചാളയാണ്, അതായത് നല്ല ചാളയാണിത്. ഇതാണ് ഞാനിന്ന് പീര വയ്ക്കാൻ പോണത്. കുറച്ച് മീൻ ഞാൻ വറുക്കാനും എടുത്തിട്ടുണ്ട്. പീര വയ്ക്കാനുള്ള അരപ്പിന് ഇതാ 2.5 സ്പൂൺ മുളക് പൊടി, ഒരു മുറി തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറുള്ളി, പിന്നെ 2 തണ്ട് കറിവേപ്പില, ഇത്രയാണ്. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഓക്കെ, അതെ, മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ ഈ ചാളയിൽ ഇട്ട് വയ്ക്കാൻ എടുത്തിരിക്കുന്നത്. ഇത് 2 സാമ്പാർ മുളക്, 4 പുളിഞ്ചിക്ക, ഇലുമ്പം പുളി, പിന്നെ മുരിങ്ങക്കായ, ഇത്രയും ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നീളത്തിനാണ് അരിഞ്ഞെടുത്തത്. ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വേവാനായിട്ട് അരപ്പിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് മീനിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കറി തിളയ്ക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം, അപ്പോഴാണ് മീനിടേണ്ടത്. കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ മീനൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് തീയിട്ട് കൊടുക്കാം. ചെറുതീയിലാണ് വേവിക്കാൻ. ഇപ്പോൾ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് പീര ചാറ് കറിയാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇതിലോട്ട് നമുക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. അത് വറുത്തിട്ടുണ്ട്. അപ്പോൾ ചാള പീരച്ചാറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണേ.